Hi everyone, welcome to my channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് 8 കിച്ചൺ ടിപ്സ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്പ് എല്ലാവർക്കും തന്നെ ഉപയോഗപ്പെടും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യൂ. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണയായിട്ട് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് പൊട്ടിയ മുട്ടയാണെങ്കിൽ അത് പുഴുങ്ങാൻ എടുക്കാറില്ല. കാരണം നമ്മൾ പുഴുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുട്ടയുടെ വെള്ളയൊക്കെ പുറത്തേക്ക് വന്നിട്ട് ഇതിന്റെ ഷേപ്പ് ഒക്കെ മാറിപ്പോവും. പൊട്ടിയ മുട്ട ഉണ്ടെങ്കിൽ എല്ലാവരും സാധാരണയായിട്ട് ഓംലെറ്റ് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ പൊട്ടിയ മുട്ട നമുക്ക് ഷേപ്പ് ഒന്നും മാറാതെ തന്നെ എങ്ങനെ പുഴുങ്ങിയെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഇതുപോലെ ചെറിയ 2 പീസ് അലുമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഈ മുട്ടയുടെ പൊട്ടിയ ഭാഗം താഴോട്ട് വെച്ചിട്ട് നന്നായി കവർ ചെയ്ത് വെക്കാം. അടുത്ത മുട്ടയും ഇതുപോലെ തന്നെ പൊട്ടിയ ഭാഗം താഴോട്ടാക്കി വെച്ചിട്ട് നന്നായി കവർ ചെയ്യാം. ഇനി ഈ മുട്ട സാധാരണ നമ്മൾ മുട്ട പുഴുങ്ങുന്നത് പോലെ തന്നെ വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങിയെടുക്കാം. ഇപ്പൊ നമ്മുടെ മുട്ട പുഴുങ്ങിയിട്ട് ഞാനിത് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ അലുമിനിയം ഫോയിൽ തുറന്നിട്ട് നമുക്ക് നോക്കാം. ഇപ്പൊ ഈ പൊട്ടിയ ഭാഗത്ത് മുട്ടയുടെ വെള്ളം പുറത്തേക്കൊന്നും വന്നിട്ടില്ല, അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. 2 മുട്ടയും നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയുടെ ഷെല്ല് പൊളിച്ചിട്ടൊന്ന് നോക്കാം. ഇപ്പൊ ഞാൻ ഷെല്ല് പൊളിച്ചിട്ടുണ്ട്. ഇതിന്റെ ഈ പൊട്ടിയ ഭാഗത്ത് ഇതുപോലെ ഒരു അടയാളം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് പുറത്തേക്കൊന്നും വന്നിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഈ മുട്ട എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാൻ പറ്റുക നോക്കാം. ഇതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു നൂലാണ് യൂസ് ചെയ്യുന്നത്. വളരെ കനം കുറഞ്ഞ നൂല് മതി. നമ്മൾ സാധാരണ സ്റ്റിച്ചിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന നൂലെടുത്താൽ മതി. ഈ നൂല് വെച്ചിട്ട് നമ്മൾ മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് മുറിച്ചെടുക്കാൻ പറ്റും. നമ്മൾ കത്തി കൊണ്ട് മുറിക്കുകയാണെങ്കിൽ കത്തിയിലൊക്കെ ഈ മുട്ടയുടെ മഞ്ഞയൊക്കെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നൂല് കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് മുറിച്ചെടുക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മൾ ഹാൻഡ് വാഷ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ നമ്മുടെ കയ്യിലേക്ക് വരാറുണ്ട്. വളരെ കുറച്ചുണ്ടെങ്കിൽ തന്നെ നമുക്ക് കൈ നന്നായിട്ട് വൃത്തിയാകും. അപ്പോൾ ഇതിന്റെ വേസ്റ്റേജ് എങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു റബ്ബർ ബാൻഡാണ് എടുക്കുന്നത്. ഈ റബ്ബർ ബാൻഡ് ഇതിന് മുകളിലൂടെ ഇങ്ങനെ ചുറ്റി വെച്ച് കൊടുക്കാം. ഇനി ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് ഹാൻഡ് വാഷ് മാത്രമേ നമ്മുടെ കയ്യിലാവൂ. അങ്ങനെ നമുക്ക് ഹാൻഡ് വാഷ് അധികമായിട്ട് വേസ്റ്റ് ആവുന്നത് തടയാൻ പറ്റും. അടുത്തതായിട്ട് ബട്ടർ എങ്ങനെ നമുക്ക് കത്തിയിലൊന്നും ആവാണ്ട് മുറിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ബട്ടർ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ കത്തി കൊണ്ട് മുറിച്ചു കഴിഞ്ഞാൽ കത്തിയിലൊന്നും ആവാണ്ട് മുറിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് നൂല് യൂസ് ചെയ്തിട്ട് മുറിച്ചെടുക്കാവുന്നതാണ്. ഇത് കുറച്ച് മെൽറ്റ് ആയതാണെന്നുണ്ടെങ്കിൽ നൂല് വെച്ച് മുറിക്കുന്നതാണ് നല്ലത്. ചെറിയുള്ളിയുടെ തോല് പെട്ടെന്ന് എങ്ങനെ കളഞ്ഞെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ചെറിയുള്ളി ഒരു കവറിലേക്ക് ഇട്ട് വെക്കുകയാണ്. ഇനി ഇത് നന്നായി കവർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒന്ന് തണുത്ത് കിട്ടിയാൽ മാത്രം മതി. നമുക്കിത് പെട്ടെന്ന് തന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അതിനുശേഷം ഇതുപോലെ എടുത്ത് തോല് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തോല് കളയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എളുപ്പമാണെന്നുള്ളത്. അടുത്തതായിട്ട് വെളുത്തുള്ളി തോല് കളയാനുള്ള ഒരു ഈസി മെത്തേഡാണ്. ചെറിയ വെളുത്തുള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് തോല് കളഞ്ഞെടുക്കാനായിട്ട്. വെളുത്തുള്ളിയുടെ അല്ലികൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. ഇനി ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മളൊരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് തോല് കളയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തോല് കളഞ്ഞെടുക്കാൻ പറ്റും. വെളുത്തുള്ളി തോല് കളയാനുള്ള ഒരു മെത്തേഡ് കൂടെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളിയുടെ അല്ലികൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ തോല് കളയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തോലടർന്ന് കിട്ടും. അതുപോലെ തന്നെ ഈ വെളുത്തുള്ളി വറുത്തത് നമ്മളൊരു ബോട്ടിലോ ഒക്കെ ആക്കി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് ട്രബിളൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ വളരെ സുഖമായിരിക്കും. പച്ചയ്ക്ക് വെളുത്തുള്ളി കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആവില്ല ഇതിന്. ഇത് കുറച്ച് വെന്തത് കൊണ്ട് ഇത് കഴിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പം അങ്ങനെ കൂടെ ഒരു യൂസ് ഉണ്ട് ഇതിങ്ങനെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ.
ബദാമിൻ്റെ തോല് കളയാനായിട്ട് നമ്മൾ സാധാരണയായിട്ട് എല്ലാവരും തന്നെ ചെയ്യുക, കുറേ നേരം വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മൾ ബദാം ഒരു പാത്രത്തിലെടുത്ത് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞ് ഇതിൻ്റെ തോല് കളയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തോല് കളയാൻ പറ്റും. നമ്മൾ കുറേ നേരം വെള്ളത്തിലിട്ട് വെക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ഈസിയാണിത്. തേങ്ങ ചിരവുമ്പോൾ ചിരട്ടയുടെ പുറത്തുള്ള ഈ പൊടിയൊക്കെ തേങ്ങയിലേക്ക് വീഴാറുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് നോക്കാം. ഞാനിവിടെ ഈ തേങ്ങ നനച്ചെടുത്തിട്ടുണ്ട്. നനച്ചെടുത്തതിന് ശേഷം നമ്മൾ തേങ്ങ ചിരവാണെന്നുണ്ടെങ്കിൽ പൊടിയൊന്നും പാത്രത്തിലേക്ക് വീഴില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇന്ന് ഞാൻ ഷെയർ ചെയ്തതിൽ ഏതെങ്കിലും ഒരു ടിപ്പെങ്കിലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതിനൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യൂ. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുള്ളൂ. താങ്ക്